ചില സമയത്ത് ഈ ടീനേജിലുള്ള മക്കൾ വന്നിട്ട് ഡോക്ടറെ മുഖക്കുരു വന്നിട്ടുണ്ട് ഒരുപാട്, അതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ? കുട്ടികൾക്ക് ആയുർവേദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്തിടാനുള്ള കുറച്ച് പൊടിയും അല്ലെങ്കിൽ ഇച്ചിരി തൈലവും അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. കോസ്മെറ്റിക്കിലാണ് അവർ കൂടുതൽ. അതെ അതെ, കൂടുതൽ അതാണ് ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ മുഖത്ത് ഫേഷ്യൽ ഹെയർസ്, PCOS മെയിൻ സിംറ്റം ആണ് വരുന്നത് ഫേഷ്യൽ ഹെയർസ്. അപ്പൊ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ ചോദിക്കും, മക്കളെ പീരീഡ്സ് നോർമലാണ്, അത് വരുന്നില്ല, അത് പ്രശ്നമില്ല, അത് എനിക്ക് മരുന്നൊന്നും വേണ്ട, എനിക്ക് ഇതൊന്ന് പോയി തരണം. പിന്നെ അതുപോലെ കഴുത്തിലെ കറുത്ത പാട്, അത് ഭയങ്കര ബ്യൂട്ടി കൺസേൺ ആണ് മക്കള്. പക്ഷേ ഇതിന്റെ പിന്നിലിരിക്കുന്ന ആ ഒരു വലിയ റീസൺ അവരുടെ പാരൻസ് ആയാലും അത് നോട്ടീസ് ചെയ്യുന്നില്ല. ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്താണെന്ന് അവരൊരിക്കലും അത് അറിയുന്നില്ല, മക്കളെ അത് അവെയർ ആക്കുന്നുമില്ല. അവര് ഇന്നത്തെ പാരൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ ഭയങ്കര സ്ട്രെസ്ഫുൾ കണ്ടീഷനിലാണ് വളർത്തുന്നത്. അവരെ പഠിത്തമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ നീറ്റ് കോച്ചിങ്ങിന് വിടുകയാണ്. ഇപ്പോൾ 8th 9th തൊട്ടിട്ട് തന്നെ ഞാൻ ഒരിക്കലും കോച്ചിങ്ങിനെ ഒന്നും പറയുകയല്ല ചെയ്യുന്നത്. ഭയങ്കര പ്രഷർ ചെലുത്തുകയാണ്. നിങ്ങൾ +2 ഇങ്ങനെ മാർക്ക് വാങ്ങിക്കണം, +2 കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ഇങ്ങനെ കോഴ്സിന് പോകണം, ഈ കോഴ്സിന് പോയാൽ തന്നെ എന്തായി പാസ്സായോ എങ്ങനായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ കുട്ടികൾ ഈ പീരീഡ്സ് വരാത്തതൊക്കെ അവർ നോട്ടീസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ മക്കൾക്ക് ഈ ഒരു ബ്ലീഡിങ് പാറ്റേണിൽ വ്യത്യാസം വരുമ്പോൾ, ചിലപ്പം ബ്ലീഡിങ് ഉണ്ട്, വളരെ കുറവാണ്, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ മക്കളത് അമ്മമാരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നില്ല. അവർക്കിത് പെട്ടെന്ന് തീർന്നാൽ ഹാവും, വന്നില്ലെങ്കിൽ ഹാവും. പക്ഷേ ഈ ഒരു ഫേഷ്യൽ കൺസേൺ വരുമ്പോൾ, ഈ ഒരു മുഖക്കുരു വരുമ്പോൾ, അല്ലെങ്കിൽ ഫേഷ്യൽ ഹെയർസ് വരുമ്പോൾ, അത് അവർ അമ്മമാരുടെ അടുത്ത് പറയും, എനിക്ക് ഡോക്ടറെ അടുത്ത് പോകണം, എനിക്കിതൊന്ന് കൺസൾട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിത് ചോദിച്ച് ഇതിൻ്റെ പിന്നിൽ നമ്മൾ USG ഒക്കെ എടുക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം മുളിഞ്ഞെടുക്കുന്നത് പറയുന്നത്. അപ്പോഴാണ് പാരൻസ്, അപ്പോഴും ചിലപ്പോൾ പാരൻസ് ചോദിക്കും, ഇതിന് മരുന്ന് കഴിക്കേണ്ടതുണ്ടോ ഡോക്ടറെ, ഇത് അങ്ങനെ അങ്ങ് മാറിപ്പോകുന്നതല്ലേ. അപ്പോഴും പാരൻസിനും ഇതിൻ്റെ ബാക്കിലുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഒരു അപകടത്തിനെ കുറിച്ച് പാരൻസും ഒട്ടും അവെയർ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. പണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ മുത്തശ്ശിമാർ അല്ലെങ്കിൽ അമ്മൂമ്മമാർ വീടുകളിലുണ്ടായിരുന്നു. ഈ അമ്മൂമ്മമാരും ഈ പേരക്കുട്ടികളുമായിട്ടായിരിക്കും കൂടുതൽ കമ്പനി. പേരക്കുട്ടികൾക്ക് അമ്മൂമ്മമാരുമായിട്ടാണ് കൂടുതൽ കമ്പനി. സ്വന്തം അമ്മയോട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും അമ്മൂമ്മയോട് സ്വകാര്യമായിട്ട് ഇവർ പറയുന്നത്. ഇവരാണ് ഇത്തരം കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്തിരുന്നത്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിരുന്നതും അമ്മൂമ്മമാരായിരുന്നു. ഇന്ന് അതില്ല. കാരണം എല്ലാവരും ന്യൂക്ലിയർ ഫാമിലീസായി. അപ്പൊ ഏറ്റവും ചുരുങ്ങി അവരിലേക്ക് ചുരുങ്ങുക എന്നുള്ള ആ സ്വഭാവം വന്നതോടുകൂടി തന്നെ ഇതിനെല്ലാം കാരണം അതല്ലേ എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, പറയാറുണ്ട്, ഉപദേശിക്കാറുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളും ഒന്നുകൂടി കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.